വീട് എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നമാണ്. സാധാരണക്കാരനെ സംബന്ധിച്ച് കടം വാങ്ങിയും ലോൺ എടുത്തും അല്ലാതെ ഒരു വീട് എന്ന സ്വപ്നം എളുപ്പമല്ല. എന്നാൽ അങ്ങനെ വീട് വെച്ച പലർക്കും അമിത പലിശയും തീരാത്ത ബാധ്യതയും ഉറക്കം കെടുത്തുന്നതാണ് പതിവ്. എന്നാൽ ഭവന വാഹന വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്ക് കുറയുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2 തവണ പലിശ നിരക്ക് നിലനിർത്തിയ റിസർവ് ബാങ്ക് പണനയ സമിതി ഇക്കുറി അടിസ്ഥാന പലിശ നിരക്കിൽ 0.25% കുറവ് വരുത്തി. റിപ്പോ നിരക്ക് 5.25% ആയതിനാൽ അടുത്ത 2 മാസത്തേക്ക് ഭവന വാഹന വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്കിൽ കുറവുണ്ടാകും. വായ്പകളുടെ പ്രതിമാസ തിരിച്ചടവ് കാലയളവോ കുറയാം. പുതിയ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശയും ഇതിനാനുപാതികമായി കുറഞ്ഞേക്കും. പുതിയ നിക്ഷേപങ്ങൾക്കോ നിലവിലുള്ളതിന്റെ കാലാവധി തീരുമ്പോൾ പുതുക്കുകയോ ചെയ്യുമ്പോഴാണ് പുതിയ പലിശ നിരക്ക് ബാധകമാകുന്നത്. അടുത്ത MPC യോഗം ഫെബ്രുവരി 4, 6 തീയതികളിലാണ്. 2025 ഫെബ്രുവരി, ഏപ്രിൽ, ജൂൺ MPC യോഗങ്ങളിലായി ആകെ 1% പലിശയാണ് കുറച്ചത്. പലിശ നിരക്ക് കുറയ്ക്കാനുള്ള 6 അംഗ MPCയുടെയാണ് തീരുമാനം ഏകകണ്ഠമായിരുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് പലിശ നിരക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ MPCക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ന്യൂട്രൽ സ്റ്റാൻഡ് തുടരാനും തീരുമാനിച്ചു. ഇക്കുറി പലിശ നിരക്ക് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ MPCക്ക് പ്രയാസമായിരിക്കുമെന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവേഷണ വിഭാഗം കഴിഞ്ഞ മാസം അഭിപ്രായപ്പെട്ടത്. ഒക്ടോബറിലെ വിലക്കയറ്റ തോത് 10 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കായ 0.25%. സാധാരണ വിലക്കയറ്റ തോത് കുറയുമ്പോൾ പലിശ നിരക്ക് കുറയ്ക്കാൻ റിസർവ് ബാങ്കിന് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതാണ്. എന്നാൽ 2ാം പാദത്തിലെ സാമ്പത്തിക വളർച്ചാ നിരക്ക് കൂടുതൽ മെച്ചപ്പെട്ടതായിരുന്നു. ഉയർന്ന സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ പൊതുവെ പലിശ നിരക്ക് കുറയ്ക്കേണ്ട സാഹചര്യമില്ല. ഇത്തരത്തിൽ വിപരീത സ്വഭാവമുള്ള സൂചനകൾ വെച്ച് MPC എന്ത് തീരുമാനമെടുക്കുമെന്നതിലായിരുന്നു ആകാംക്ഷ.